വിശുദ്ധ റമളാനു ഷരീഫ് വരുമ്പോൾ പ്രവാസികൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 ഡൗട്ടുകളുണ്ട്. അതായത് ഗൾഫിൽ പെരുന്നാളാണ്, ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നോമ്പാണ്. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഫസാഫറ ഇലൈഹി മിൻ ബൽദി റുയത്തി ഇൻസാനുൻ. ഒരാൾ പെരുന്നാൾ ഉറപ്പിച്ച ഒരു നാട്ടിൽ നിന്ന് നോമ്പുള്ള നാട്ടിലേക്ക് ഒരാൾ യാത്ര ചെയ്താൽ ഫൽ അസഹു അന്നഹു യുവാഫിഖുഹും ഫിസ്സൗമി. അപ്പോൾ അവരെന്ത് ചെയ്യണം? നോമ്പുള്ള നാട്ടിലേക്കല്ലേ വന്നത്, അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ നോമ്പ് നോൽക്കാണ്, അവരോടൊന്നിച്ച് അവൻ നോമ്പ് നോൽക്കണം. വൈൻ അതമ്മ സലാത്തീന, ഇവനിക്ക് അവിടെ നിന്ന് തന്നെ 30 നോമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നോമ്പാണെങ്കിൽ ഇവരോടൊന്നിച്ച് നോമ്പ് നോൽക്കണം. അപ്പോൾ സത്യത്തിൽ 31 നോമ്പാവും. അതൊന്നും ഇവിടെ നോക്കാൻ പറ്റൂല, ഇവരോടൊന്നിച്ച് നോമ്പ് നോൽക്കണം. അതിൻ്റെ കാരണം പറയുന്നത് ലിഅന്നഹു ബിൽ ഇന്തിഖാലി ഇലൈഹിം സ്വാറ മിസ്ലഹും, അവൻ അവിടെ നിന്ന് ഇവിടേക്ക് വരലോടുകൂടെ ഈ നാട്ടുകാരുടെ മാസപ്പിറവിയും ഈ നാട്ടുകാരുടെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളാനുള്ള അവസ്ഥയിലേക്ക് അവനായി തീർന്നു എന്നതാണ്. അതേസമയം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്, അതായത് ഇവിടെ നോമ്പാണ്, അവിടെ എത്തിയപ്പോൾ അവിടെ പെരുന്നാളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ സാഫറ മിൻ ബൽദിൽ ആഖിരി അല്ലദീ ലം യറാ ഫീഹി ഇലാ ബൽദി റുയതി, മാസം കാണാത്ത നാട്ടിൽ നിന്ന് മാസം കണ്ട് പെരുന്നാൾ ഉറപ്പിച്ച ഒരു നാട്ടിലേക്ക് ഒരാൾ യാത്ര ചെയ്താൽ അഫ്തറ മഅഹും, അവൻ അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കണം. അപ്പോൾ അവിടെ ഒരു വിഷയം വരും, വഇൻ കാന ലം യസുമ്മ ഇല്ലാ 28. അപ്പോൾ അവിടെ ഒരു വിഷയം നോക്കാനുള്ളത്, ഇവനിക്ക് ഇവിടുന്ന് 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെക്കുക. അങ്ങനെയാവുമല്ലോ, ഇവിടെ 28ആണ്, അവിടെ 29 മാസവും കണ്ട് 30 അന്ന് പെരുന്നാളുമായി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവനിക്ക് 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ എന്താകണം? ആ പോണന്ന് അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിച്ചതിൻ്റെ ശേഷം വഖളാ യൗമൻ, പിന്നെ പിറ്റേ ദിവസം എന്താക്കണം? ഒരു നോമ്പ് അവൻ ഖളാ വീട്ടണം. അതിന് കാരണം എന്താ പറയുന്നത് അറിയോ? കാരണം ലിഅന്ന ശഹ്റ ലാ യകൂനു 28. അറബിയിൽ ഒരു മാസവും 28 ദിവസങ്ങളുള്ള മാസങ്ങളില്ല. ഇംഗ്ലീഷിൽ ഫെബ്രുവരി ചിലപ്പോൾ 28 വരാറുണ്ടല്ലോ, അതുപോലെ അറബിയിൽ ഒരൊറ്റ മാസവും ഒരിക്കലും 28 വരാറില്ല. അപ്പോൾ മിനിമം ഒരു മാസം 29 ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ അവൻ ഒരു നോമ്പ് ഖളാ വീട്ടണം. അതേസമയം അവനിക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ 29 നോമ്പ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 30 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയിൽ അവൻ അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിച്ച് അവരുടെ പോലെ തന്നെ പോകാം, ഒരു കുഴപ്പമില്ല എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണം, ഷെയർ ചെയ്യണം, ദുആ